കുറ്റബോധം കൊണ്ട് ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്ന് പറയുമല്ലോ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഞാനിവിടെ റീൽസും കണ്ട് ബോറടിച്ച് പണ്ടാരടങ്ങിയിരുന്നപ്പോഴാണ് ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ മുടി വെട്ടിയിടാമെന്ന തീരുമാനത്തിലെത്തിയത്. അപ്പം തന്നെ മുന്നും പിന്നും ചിന്തിക്കാതെ ഞാൻ എൻ്റെ സാധന സാമഗ്രികൾ എടുത്തിട്ട് മുടി വെട്ടാനായിട്ട് വന്നിരുന്നു. അപ്പം തന്നെ എൻ്റെ പണി തുടങ്ങി. ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തിയിട്ട് നമ്മുടെ നാച്ചുറൽ ഹെയർ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ ഞാൻ കരുതി ഒരു ഹെയർ കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഈ സംഭവം. തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ മുടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ചടങ്ങായിരുന്നു. എന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എൻ്റെ കുറച്ച് നേരത്തെ ബോറടി മാറിക്കിട്ടി. അതോടുകൂടി എനിക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണി എന്ന് പറയാനോ ആ ഒരു സാധനവും കിട്ടിയിട്ടുണ്ട്. വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ പണി കിട്ടിയത് എന്നുള്ളത്. മുടി ഓൾറെഡി വളർന്നു തുടങ്ങിയോണ്ട് തന്നെ ഈ സ്പ്ലിറ്റ് ചെയ്തെടുത്ത ഹെയർ ഒന്നും തന്നെ സ്ട്രെയിറ്റ് അല്ല, അതിൻ്റെ തുമ്പ് മാത്രമാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ബാക്കിത്തിന് ഞാൻ ഒരു കാര്യം മാത്രം ചെയ്ത് കുറച്ച് മുടിയെടുത്ത് വെട്ടിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇത് ഇങ്ങനെ വി ഷേപ്പിൽ വെട്ടാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ആദ്യത്തെ വെട്ട് തന്നെ എൻ്റെ മുടി അങ്ങ് കയറിപ്പോകുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതങ്ങനെയൊന്നും വി ഷേപ്പിൽ വെട്ടിയെടുക്കുന്ന കാര്യം നടക്കണ പണിയല്ല എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെട്ടി. അതിൻ്റെ അകത്ത് കുറേ ബാലൻസും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഞാൻ വെട്ടി ക്ലിയർ ചെയ്ത്. ഇത് ഇത്രയും വെട്ടിക്കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി കൊള്ളാം എന്ന്. പക്ഷേ ക്ലോസ് റേഞ്ച് വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയം തന്നെ പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നങ്ങ് ലെവൽ ചെയ്തേക്കാന്ന്. ലെവൽ ചെയ്തിട്ട് നോക്കിയാൽ സെറ്റാകും. അങ്ങനെ ഞാൻ ലെവൽ ചെയ്ത് നോക്കി. പക്ഷേ പണി എന്തെന്ന് വെച്ചാൽ ഈ വെട്ടുന്ന സമയത്ത് നമുക്ക് തോന്നും അങ്ങ് മാറ്റിയിടാമെന്ന്. ഈ ഹെയർ ഫുള്ള് ഫ്രണ്ടിൽ ഒരുമാതിരി എണീറ്റ് നിൽക്കുന്ന പോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ആരും ഇത് അനുകരിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. വിരോധം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ